The following content contains a detailed and complete summary of the film in discussion. It reveals all major plot points, character arcs, twists, and the ending. Viewer discretion is strongly advised. If you have not yet seen the film and wish to experience its narrative without prior knowledge, we urge you to stop watching this video now. This summary is intended for informational and discussion purposes only and is not meant to negatively impact the film in any way. By continuing to watch, you acknowledge and accept that the story will be fully spoiled for you. ഈ വീഡിയോ ഒരു സിനിമാ കഥയുടെ പൂർണ്ണമായ വിവരണമാണ്. ഇതിൽ സിനിമയുടെ ക്ലൈമാക്സ് ഉൾപ്പെടെ എല്ലാ പ്രധാന കഥാസന്ദർഭങ്ങളും വെളിപ്പെടുത്തുന്നതിനാൽ 100% സ്പോയിലറുകൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സിനിമയുടെ സസ്പെൻസ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരും കഥ മുൻകൂട്ടി അറിയാൻ താൽപ്പര്യമില്ലാത്തവരും ദയവായി ഈ വീഡിയോ കാണുന്നത് ഒഴിവാക്കുക. ഈ വിവരണം ഒരു തരത്തിലും സിനിമയെയോ അതിന്റെ മൂല്യത്തെയോ കുറച്ചു കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഈ മുന്നറിയിപ്പ് അവഗണിച്ച് വീഡിയോ കാണുന്നതിലൂടെയുണ്ടാകുന്ന സ്പോയിലറുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുന്നതല്ല. ചെറിയ സിനിമയിലേക്ക് സ്വാഗതം. ഇതൊരു ആക്ഷൻ കോമഡി ചിത്രമാണ്. പക്ഷേ വലുതായിട്ട് കോമഡിയൊന്നും വർക്കായിട്ടില്ല. എങ്കിലും നമുക്ക് റിലാക്സ് ആവാൻ വേണ്ടി ഒരു സിനിമ കാണണമെങ്കിൽ ഇത് കാണാവുന്നതാണ്. ഇതിനകത്ത് നാച്ചുറൽ രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. കഥ എങ്ങനെയാണെന്ന് നോക്കാം. ഹച്ച് മാൻസിൽ നിന്ന് മുൻ ഗവൺമെന്റ് കൊലയാളിയുടെ ഓഡിറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പുള്ളിയുടെ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. തന്റെ പഴയ അക്രമാസക്തമായ ജീവിതം ഉപേക്ഷിച്ച് ഭാര്യ ബെക്ക, മകൻ ബ്രാഡി, മകൾ സാമി എന്നിവരോടൊപ്പം ഒരു സാധാരണ കുടുംബജീവിതം നയിക്കാൻ ശ്രമിക്കുകയാണ് ഹച്ച്. എന്നാൽ തന്റെ ജോലിയുടെ സ്വഭാവം കാരണം കുടുംബവുമായി മാനസികമായി അകന്നുപോയതായി അയാൾക്ക് തോന്നുന്നു. ഒരു വലിയ കടം വീട്ടാനായി അപകടകരമായ ഒരു ദൗത്യം പൂർത്തിയാക്കിയ ശേഷം കുടുംബവുമായുള്ള ബന്ധം വീണ്ടെടുക്കാൻ ഹച്ച് തീരുമാനിക്കുന്നു. അതിനായി തന്റെ കുട്ടിക്കാലത്തെ സന്തോഷം നിറഞ്ഞ ഓർമ്മയായ പ്ലമ്മർവിൽ എന്ന അമ്യൂസ്മെന്റ് പാർക്ക് ടൗണിലേക്ക് ഒരു അവധിക്കാല യാത്ര പോകാൻ അയാൾ പദ്ധതിയിടുന്നു. എന്നാൽ പ്ലമ്മർവിൽ പഴയതുപോലെയല്ലായിരുന്നു. അതൊരു കുറ്റവാളി സംഘത്തിന്റെ താവളമായിരുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ആർക്കേഡിൽ വെച്ച് ഹച്ചിന്റെ മകൻ ബ്രാഡി അവിടുത്തെ പ്രധാനിയായ വ്യാട്ട് മാർട്ടിന്റെ മകൻ മാക്സുമായി ഒരു വഴക്കിലേർപ്പെടുന്നു. ഹച്ച് ഇടപെടുന്നതോടെ കാര്യങ്ങൾ വഷളാവുകയും അതൊരു വലിയ സംഘടനത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഹച്ചും കുടുംബവും അവിടുത്തെ കുറ്റവാളി സംഘത്തിന്റെ നോട്ടപ്പുള്ളികളായി മാറുന്നു. പ്ലമ്മർവിൽ നിയന്ത്രിക്കുന്നത് ലെന്റീന എന്ന ക്രൂരയായ സ്ത്രീയാണ്. വ്യാറ്റ് മാർട്ടിൻ അവളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഹച്ചിനെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ ലെന്റീനയുടെ സംഘം ശ്രമം തുടങ്ങുന്നു. ഒരു ഡക്ക് ബോട്ടിൽ വച്ച് നടന്ന ആക്രമണത്തോടെ തനിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ഹച്ച് മനസ്സിലാക്കുന്നു. പിന്നീട് ഹച്ച് ലെന്റീനയുടെ പണം സൂക്ഷിക്കുന്ന രഹസ്യകേന്ദ്രത്തിൽ എത്തുന്നു. അവിടെ വെച്ച് അവിടുത്തെ ഷെരീഫ് വ്യാറ്റിന്റെ മകനായ മാക്സിനെ തട്ടിക്കൊണ്ടുപോകുന്നു. തന്റെ കുടുംബത്തെ പോലെ വ്യാറ്റിന്റെ മകനും അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹച്ച് മാക്സിനെ രക്ഷിക്കുകയും ആ ശ്രമത്തിനിടയിൽ ലെന്റീനയുടെ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന പണവും ലഹരി വസ്തുക്കളും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ലെന്റീന തന്റെ മുഴുവൻ സൈന്യവുമായി പ്ലമ്മർവില്ലിലേക്ക് എത്തുന്നു. ഹച്ചും ഇപ്പോൾ അയാളുടെ സഖ്യകക്ഷിയായി മാറിയ വ്യാറ്റും ഒരുമിച്ച് പോരാടാൻ തീരുമാനിക്കുന്നു. സഹായത്തിനായി ഹച്ചിന്റെ സഹോദരൻ ഹാരിയും അച്ഛൻ ഡേവിഡും എത്തുന്നതോടെ ആ പഴയ അമ്യൂസ്മെന്റ് പാർക്ക് ഒരു യുദ്ധക്കളമായി മാറുന്നു. തുടർന്ന് ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞൊരു വലിയ പോരാട്ടമാണ് നടക്കുന്നത്. ഹച്ചും സഹോദരനും അച്ഛനും ചേർന്ന് ലെന്റീനയുടെ സംഘത്തെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നു. അവസാനം ഹച്ചിനെ ലെന്റീനെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഹച്ചിന്റെ ഭാര്യ ബെക്ക എത്തുകയും തന്റെ പോരാട്ട വീര്യം കാണിച്ച് ഹച്ചിനെ രക്ഷിക്കുകയും ലെന്റീനയെ വധിക്കുകയും ചെയ്യുന്നു. അവസാനം FBI അജ്ഞാത ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ഹച്ചിനെയും കുടുംബത്തെയും വെറുതെ വിടുന്നു. ചോരയും വെടിവെപ്പും നിറഞ്ഞ ആ അവധിക്കാലം ഹച്ചിനെയും കുടുംബത്തെയും മുമ്പെന്നത്തേക്കാളും കൂടുതൽ അടുപ്പിച്ചു. അവരൊരുമിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതോടെ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ